ദൈവത്തിൻ്റെ അനന്തകൃപയാൽ ഗോഡ്സ് ഗ്രേസ് മന്ന, ദൈവത്തിൻ്റെ ഡെയിലി ബ്രെഡ്. ഇന്നത്തെ ബ്രെഡ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇന്ന് എൻ്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല, ഓർമ്മയായി, എനിക്ക് പകർന്നു തന്ന നല്ല ചില ടിപ്സ് മന്നയിലൂടെ പങ്കുവെക്കാം. അന്ന് വിറകടുപ്പിൻ്റെ അടുക്കളയിൽ മൺചട്ടിയിൽ ചെയ്തിരുന്നത് ഇന്ന് ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ കുക്കറിൽ മൺചട്ടിയിൽ ചെയ്യാൻ പറ്റുന്ന മീൻകറിയുടെ ചില നല്ല ടിപ്സ് നിങ്ങൾക്ക് പങ്കുവെക്കാൻ കിട്ടിയ ഈ അവസരത്തിന് ദൈവത്തോട് നന്ദി പറയാം. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ ചെയ്യുന്നത് കണ്ട് ശീലിച്ച് പകർന്നു കിട്ടിയ ഒരു സൂപ്പർ ടിപ്പാണിന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അമ്മ ചെയ്തിരുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ കല്ലുപ്പ്, സ്വല്പം കറിവേപ്പില, അതുപോലെ പുളി, കുടംപുളി, അതിനാവശ്യത്തിന് വെള്ളവും ചേർത്ത്, അന്നൊക്കെ വിറകടുപ്പല്ലേ, അതിൻ്റെ കുഴിയടുപ്പെന്ന് പറഞ്ഞൊരു അധികം ചൂട് കിട്ടാത്തൊരടുപ്പുണ്ട്, അതിനകത്തിങ്ങനെ വെച്ചേക്കും. അപ്പം മീൻകറിക്കകത്ത് ഈ തിളച്ച് വരുന്ന വെള്ളമാണ് എടുത്ത് ചേർക്കുന്നത്. ഇവിടെ ഇപ്പം ഇത് കണ്ടോ, കല്ലുപ്പും പുളിയും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് തിളയ്ക്കണം. ഇത് തിളച്ച് ഈ പുളി മയപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മീൻകറിക്കകത്തേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. കാരണം ആ പുളിരസം ഇറങ്ങി വരും. ഉപ്പും പുളിയും ചേർന്ന വെള്ളം നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കണം, മീൻകറി വെക്കാനായിട്ട് ഉപയോഗിക്കണം. ഇനി മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവ ഇട്ടു, കറിവേപ്പില വേണമെങ്കിൽ ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. മീനിൻ്റെ അളവനുസരിച്ച് അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തു. അത് ആ എണ്ണയിൽ നന്നായി വഴന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ മിശ്രിതം കൂടി അതിനകത്തേക്ക് ചേർക്കണം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് യോജിക്കണം. യോജിച്ച് കഴിഞ്ഞ് ഇതിനകത്തോട്ട് മീൻ കഷ്ണം പെറുക്കി ഇട്ട് ഒരു ദിവസം അത് ഫ്രിഡ്ജിൽ വെക്കുക. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വേവിച്ചാൽ നല്ല സൂപ്പറായിരിക്കും ആ കറി. 100 ഗ്രാം മത്തിക്ക് വേണ്ട മസാല റെഡിയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പുളിയും ഉപ്പും കറിവേപ്പിലയും ഇതിനകത്തോട്ട് ചേർക്കണം. പിന്നീട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കറിച്ചട്ടിയിലോട്ട് മാറ്റി മീനും പെറുക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ദിവസം വെക്കും. അതിന് ശേഷമാണ് എടുത്ത് വീണ്ടും കുക്ക് ചെയ്യുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ചേർത്ത് തിരുമ്മി മത്തികൾ ചട്ടിയിലെത്തിക്കഴിഞ്ഞു. ഇനി അവർ നിങ്ങളോട് ടാറ്റ പറഞ്ഞ് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോവുക. നാളെ കാണാം. നാളെ വന്ന് വീണ്ടും ബാക്കി കാര്യം പറയാം. നിലവറയിലിരുന്ന, തറവാട്ടിൽ നിലവറയുണ്ടല്ലോ, നിലവറയിലിരുന്ന ഉരുളിച്ചട്ടി, മൺചട്ടിയിലല്ലേ മീൻ വേവിക്കേണ്ടത്. ഉരുളിച്ചട്ടിയിൽ മീൻ നല്ല സുന്ദരമായിട്ട് പിറ്റേ ദിവസം വേവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇൻഫ്രാറെഡിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് മീൻചട്ടി പോലും വെക്കാം എന്നുള്ള ആ കാര്യവും നിങ്ങൾക്കിതുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾ മീൻ കറി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കാരണം ഉപ്പും പുളിയും എല്ലാം വേണ്ട പോലെ മീനിൻ്റെ കഷ്ണത്തിലൊക്കെ നേരത്തെ തന്നെ പിടിച്ചിരിക്കും. ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തു. ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാമല്ലോ എന്നൊരു ശബ്ദം. നല്ല സൂപ്പറായ മീൻകറി വെന്ത് കഴിഞ്ഞു. ഇനി ഒരു 8 മിനിറ്റ് നേരത്തേക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫാൻ എപ്പോഴാണ് ഓഫാകുന്നത്, അല്ലെങ്കിൽ ഈ ഫാനിൻ്റെ ശബ്ദം നിലയ്ക്കുന്നത്, അതുവരെ കുക്കർ പ്ലഗിൽ നിന്ന് ഓഫ് ചെയ്യരുത്. ഈ ശബ്ദം നിലച്ച് കഴിയുമ്പോൾ കുക്കർ പ്ലഗിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കണക്ഷൻ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ കുക്കർ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫാനിൻ്റെ ശബ്ദം ഉണ്ടായിരിക്കും. ഇത് കുക്കർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഡക്ഷൻ കുക്കറിന് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ്. എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതിൻ്റെ മുഴുവൻ പ്രോഗ്രാമിങ്ങും തീർന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്ലഗ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. കുക്കറിൻ്റെ ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് ഓഫ് ചെയ്തെങ്കിൽ പോലും ഒരു 9 മിനിറ്റായി അതിങ്ങനെ ഓഫാകാൻ വേണ്ടി തത്രപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ്റെ ഫാൻ ഓഫാകുന്നത് എപ്പോഴാണോ അപ്പോൾ മീൻചട്ടി താഴെ ഇറക്കി വയ്ക്കണം. കാരണം വീണ്ടും ഇതിൻ്റെ ആവി വെള്ളം വീണ് ആ ഗ്ലാസ് ടോപ്പ് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി മീൻചട്ടി ഇറക്കി വയ്ക്കും. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്, കണ്ടോ, മീൻ അവിടെ തിളയ്ക്കുന്ന കാണാം. ഇപ്പോഴും ഇതിന് ചൂടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് ചൂടുള്ള ആ ഒരു കണക്ക് വെച്ച് വേണം ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ മീനിൻ്റെ ചാറ് മുഴുവനും വറ്റിപ്പോവും. അപ്പോൾ ബട്ടൺ ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റായി, ഇപ്പോഴും അവിടെ ഇവിടെയും തിളയ്ക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രതലത്തിന് ഇപ്പോഴും ചൂടുണ്ട്. അതുകൊണ്ട് ഈ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രതലം ഒരു 10 മിനിറ്റ് വരെ ആ ഗ്ലാസ് ടോപ്പ് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അത് ഓഫാകുന്നേരം വരെ ഇങ്ങനെ HOF കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് തീരുമ്പോൾ ഈ ശബ്ദവും നിലയ്ക്കും, ഫാനും ഓഫാകും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ പ്ലഗ് ഓഫ് ചെയ്യാം, മീൻചട്ടി ഇറക്കി വെക്കാം. 12 മിനിറ്റായി. ഇപ്പോൾ കണ്ടോ, ആ സൈൻ മാറി ഈ സൈൻ വന്നിരിക്കുന്നു. ഇപ്പോൾ ഫാനിൻ്റെ ശബ്ദമില്ല, ശബ്ദമെല്ലാം നിലച്ചു. അപ്പോൾ നമ്മൾ അടുത്ത പടി ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലഗ് പോയിൻ്റ് ഓഫ് ചെയ്യാം, വേണമെങ്കിൽ ഊരിയിടാം. ഇനി നമ്മുടെ മീൻചട്ടി സേഫായിട്ട് താഴെ ഇറക്കി വയ്ക്കാം. പരന്ന പ്രതലമായതുകൊണ്ട് ഇറക്കി വയ്ക്കുന്നത് ഈസിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നല്ല സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ള ഒരു ഫിഷ് കറി ഉണ്ടാക്കി അത് ചട്ടിയിൽ തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് മാറ്റാം.